ഹലോ, എല്ലാവർക്കും നമസ്കാരം. മലയാളം ടെക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മൾ മുന്നേ ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു റൂട്ടർ പവർ ബാങ്ക്. ആ ഒരു റൂട്ടർ പവർ ബാങ്കിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ, ഒരു വേർഷൻ 2. അപ്പോൾ ഇത് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പം ഈ ഒരു വേർഷൻ 2-ൽ നമ്മൾ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പവർ കൂട്ടി, അതായത് ബാക്കപ്പ് ടൈമെല്ലാം കൂടുതൽ കിട്ടത്തക്ക രീതിയിൽ അതിൻ്റെ ബാറ്ററീസിൻ്റെ എണ്ണം കൂട്ടി അതിനൊരു പുതിയൊരു ലുക്കൊക്കെ കൊടുത്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു രീതിയിൽ ചെയ്തെടുത്താണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും, നമ്മളൊരു പുതിയൊരു 3D പ്രിൻ്റർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആണ് ഇതിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് അത് പ്രിസൈസായി പ്രിൻ്റ് ചെയ്തെടുത്ത് അതാണ് നമ്മൾ ഇതിൻ്റെ ബോഡിയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ആ ഒരു മോഡൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ മോഡൽ, എനിക്ക് കാണാം. ഇതാണ് ആ മോഡൽ. നമ്മൾ മുന്നത്തെ വീഡിയോനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് ഇതിനെക്കാട്ടും കുറച്ച് ചെറുതാണ്. ഇത് നമ്മൾ പവറൊക്കെ കൂടുതൽ കിട്ടത്തക്ക രീതിയിൽ ചെയ്തെടുത്താണ്. ഇവിടെ നമ്മളുടെ ഒരു ലോഗോവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്താണ് നമ്മളുടെ ഇൻപുട്ട് ഔട്ട്പുട്ട്, അതുപോലെ തന്നെ ഒരു ടേൺ ഓൺ ഓഫ് സ്വിച്ച്, പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് കാണാം ഒരു നൈസ് കട്ടിങ് ആയിട്ടുള്ളൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് അഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാനിപ്പം ജസ്റ്റ് ഡബിൾ സൈഡ് സ്റ്റിക്കർ, തിന്നായിട്ടുള്ള ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നിങ്ങൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഇതിൻ്റെ ഒരു ബാറ്ററി പാക്ക് എങ്ങനെ നമ്മളുടെ BMS സർക്യൂട്ടിലേക്ക് കൊടുക്കാം എന്നൊക്കെയുള്ള ഇത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് മുന്നത്തെ വീഡിയോയിൽ, അതായത് ഈ ഒരു പവർ ബാങ്കിൻ്റെ വേർഷൻ 1 ഉണ്ടാക്കുന്നൊരു വീഡിയോ ഉണ്ട് ഞാൻ മുന്നേ ഇട്ടിട്ടുള്ളത്. ഞാൻ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ മേക്കിങ്ങിനെ കുറിച്ചിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഞാൻ ആ ഒരു വീഡിയോയിൽ ജസ്റ്റ് നമ്മൾ എന്താ പറയുക, അതൊരു ഇൻസുലേഷൻ ടാപ്പ് കൊണ്ട് ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് വെച്ചൊരു മെത്തേഡിൽ മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും കൂടി നീറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിന് 2 ബേസ് ഞാൻ 3D പ്രിൻ്റ് ചെയ്തെടുത്തു. അങ്ങനെ 3D പ്രിൻ്റ് ചെയ്ത് അതിലേക്കാണ് ഞാൻ ഈ 6 സെല്ലിൻ്റെ 2 സെറ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് അതിനെ പാരലലായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. രണ്ടിനും കൂടി ഒരു BMS എന്നുള്ള രീതിയിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. കാരണം അങ്ങനെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടിനും ഡിഫറെൻറ്റ് BMS ആകുമ്പോൾ ചിലപ്പം ബാറ്ററിയുടെ ലൈഫ് ഇൻബാലൻസ് ആകാനൊക്കെ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് രണ്ടിനും കൂടി ഒന്ന് എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു BMS ഒരു 10 amps വരെ സപ്പോർട്ട് ചെയ്യുന്ന BMS ആണ്. സോ ഇതിൻ്റെ അകത്ത് ഞാൻ എല്ലാ സെല്ലിനെയും ഒരുമിച്ച് തന്നെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്ന് നോക്കാവുന്നതാണ്.